മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാ ആശംസ. സ്കോട്ടിഷ് ഹാസ്യനടനായ ഹാരി ലോഡ്രിൻ്റെ മകൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഫ്രാൻസിൽ വെച്ച് പെട്ടെന്ന് കൊല്ലപ്പെടുകയുണ്ടായി. ലോഡ്രിന് താങ്ങാവുന്നതിൽ ഏറെയായിരുന്നു അത്. എങ്കിലും സമചിത്തത കൈവിടാതെ അദ്ദേഹം പറഞ്ഞു, ഈ സഹനത്തെ എനിക്ക് 3 രീതിയിൽ സ്വീകരിക്കാം. ഒന്നാമതായി, സർവ്വതിനെയും ശപിച്ച് നിരാശയിൽ നിബദിക്കാം. രണ്ടാമതായി, ഏതെങ്കിലും ലഹരിയിൽ അഭയം തേടാം. മൂന്നാമതായി, ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഞാൻ മൂന്നാമത്തത് തിരഞ്ഞെടുക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ മറ്റെങ്ങോട്ടെങ്കിലുമൊക്കെ ഓടുന്നവരാണോ നാം? എങ്കിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഈ തിരുനാൾ ദിനം നമ്മെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരാൻ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും, പ്രത്യേകിച്ച് സഹനങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച വിശുദ്ധയാണ് നമ്മുടെ അൽഫോൻസാമ്മ. സർവ്വതിലും ദൈവത്തെ ആശ്രയിക്കാൻ പരിധിയില്ലാത്ത സ്നേഹവും സഹനവുമാണ് വേണ്ടതെന്ന് അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്നും ഇപ്രകാരം പ്രാർത്ഥിച്ചത്: കർത്താവേ, എന്നെ നിന്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിവസ്തുവാക്കണമേ എന്ന്. നമ്മുടെ തന്നെ സഹനങ്ങൾ ശാന്തമായും സന്തോഷമായും സ്വീകരിക്കാൻ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും സാധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ മറ്റുള്ളവരുടെ സഹനങ്ങൾ വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ ഏറ്റെടുക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? അവിടെയാണ് നമ്മുടെയും അൽഫോൻസാമ്മയുടെയും ദൈവാശ്രയ ബോധ്യത്തിൻ്റെ വ്യത്യാസം. ഇന്ന് നമ്മെ അശുദ്ധമാക്കുന്നത് പലതിനും നാം പരിധികൾ വെക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നദ്ധിയിൽ ആയിരിക്കുന്നതിനും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിനും നന്മ ചെയ്യുന്നതിനും നാം പരിധികൾ വയ്ക്കുമ്പോൾ വിശുദ്ധി നമ്മളിൽ നിന്ന് അകലെയാണെന്ന് ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അൽഫോൻസാമ്മയെ പോലെ പരിധിയില്ലാതെ സ്നേഹിച്ചാൽ, സഹിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നൊരു മനോഭാവം ഇന്ന് നമ്മളിൽ പലർക്കുമുണ്ട്. അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നാമും മറ്റുള്ളവരെ സ്നേഹിച്ചാൽ, മറ്റുള്ളവർക്കായി സഹിച്ചാൽ നിത്യജീവൻ നമുക്ക് ഉറപ്പാണ് എന്ന് ഈശോ പറയുകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് എത്രത്തോളം ദൈവാശ്രയ ബോധ്യമുണ്ട്? 2, വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ പരിധികളില്ലാതെ ഈശോയെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും അവർക്കായി സഹിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഈ തിരുനാൾ നമുക്ക് അർത്ഥപൂർണമാകുന്നത്. ആയതിനാൽ പ്രിയരെ, സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശരാവാതെ പ്രത്യാശയോടെ ജീവിക്കുവാനും, അവിശ്വാസിയാകാതെ വിശ്വാസിയായി വളരുവാനും, ബലഹീനരാകാതെ ബലമുള്ളവരായി മുന്നോട്ട് പോകാനും, എല്ലാറ്റിലുമുപരി എല്ലാ സമയവും ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്കായി സഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.